നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരള സർക്കാരുകളുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് കോൺഫെഡറേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. വികലമായതും ദീർഘവീക്ഷണമില്ലാത്തതുമായ നയങ്ങൾ കാരണം സിവിൽ സർവീസ് വിദ്യാഭ്യാസ സഹകരണ മേഖല ദുരിതം അനുഭവിക്കുന്നു. കേരള കേന്ദ്ര സർക്കാരുകളുടെ അവകാശ നിഷേധത്തിനെതിരെയാണ് സമരം നടത്തുന്നതെന്ന് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, കുടിശ്ശികയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉടൻ അനുവദിക്കുക, ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസെപ് ഗവൺമെന്റ് പങ്കാളിത്തത്തോടെ കാര്യക്ഷമമായി നടപ്പിലാക്കുക, ഭിന്നശേഷി നിയമത്തിന്റെ പേരിൽ അധ്യാപകരുടെ അവകാശങ്ങൾ തടയുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച് നടത്തിയത്. സെഡ്കോ ചെയർമാൻ KT അബ്ദുൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. അത് മുഖ്യമന്ത്രി പറയേണ്ട കാര്യമില്ല. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രത്യേകമായ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയേണ്ട കാര്യമല്ല. 6 മാസം കൂടുമ്പോൾ DA പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് കേന്ദ്ര ശമ്പള പരിഷ്കരണത്തിന്റെയും അതുപോലെ തന്നെ കേരള സർവീസ് റൂളിന്റെയും കൃത്യമായ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. ജീവനക്കാരന് എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. എന്നിട്ട് ഇതുവരെ അത് തന്നോ? ഇതുവരെ അത് തന്നിട്ടില്ല. 19% എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം ഒരു 5000 മുതൽ 30,000. കൺവീനർ AP ബഷീർ സ്വാഗതം പറഞ്ഞു. VT മുസ്തഫ അധ്യക്ഷത വഹിച്ചു. P സാജിദ ടീച്ചർ, PC റഫീഖ്, റഹീം ബാണത്തുങ്ക, ഇക്ബാൽ കോയിപ്ര, ഇസ്മായിൽ, P മുഹമ്മദ് സ്വാലിഹ്, KP ഷറഫുദ്ദീൻ, NK റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ SK ആബിദ നന്ദി പ്രകാശനം നടത്തി.